ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 24-ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 55 മുതൽ 72 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവത്ഗീതയുടെ മാസ്റ്റർ പീസായ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ വിവരിക്കുന്നതാണെന്ന് മുൻപ് പറഞ്ഞ് അതിൽ നമ്മൾ ശ്ലോകം 62-ഉം 63-ഉം ചൊല്ലിക്കൊണ്ടാണ് കഴിഞ്ഞ ഭാഗം നിർത്തിയത്. ഈ 62-ഉം 63 ശ്ലോകങ്ങൾ ചൊല്ലിയതല്ലാതെ അതിനെക്കുറിച്ചുള്ള വിശകലനത്തിലേക്ക് പോയില്ല. ഇന്നാണ് നമ്മൾ ആ ശ്ലോകത്തിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നത്. ഈ 2 ശ്ലോകങ്ങളും ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ ശ്ലോകങ്ങൾ ആത്മമഹിമയിൽ നിന്നും എങ്ങനെയാണ് ആത്മനാശത്തിലേക്ക് മനുഷ്യൻ പതിക്കുന്നതെന്ന് വരച്ചു കാട്ടുന്ന 2 ശ്ലോകങ്ങളാണ്. അത് നമുക്കൊന്ന് വിശദമായി നോക്കാം. ആ ശ്ലോകങ്ങളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാനിവിടെ ചൊല്ലാം. ശ്ലോകം 62. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ 2 ശ്ലോകങ്ങളുടെയും കൂടി അർത്ഥം പറയാം. വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്നും ആഗ്രഹമുണ്ടാകുന്നു. ആഗ്രഹത്തിൽ നിന്നും കോപം ജനിക്കുന്നു. കോപത്തിൽ നിന്നും അവിവേകം ഉടലെടുക്കുന്നു. അവിവേകത്തിൽ നിന്നും ഓർമ്മക്കേടും ഓർമ്മക്കേടിൽ നിന്നും ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശം മൂലം മനുഷ്യൻ നശിക്കുകയും ചെയ്യുന്നു. ഈ 2 ശ്ലോകങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ആത്മമഹിമയിൽ നിന്നും മനുഷ്യൻ ആത്മനാശത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം നാശത്തിലേക്ക് അധപ്പതിക്കുന്നത്? വിഷയങ്ങളെ, അതായത് ഭൗതിക വസ്തുക്കളെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുമ്പോഴോ അറിയുമ്പോഴോ അതിനോട് നമുക്കൊരു താല്പര്യം തോന്നും. ഇന്ദ്രിയങ്ങളുടെ ധർമ്മം തന്നെ വിഷയവസ്തുക്കളോടുള്ള ആകർഷണമാണെന്ന് ഇരിക്കെ അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ല. പക്ഷേ ചിലർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോടോ വ്യക്തിയോടോ കൂടുതലായൊരു താല്പര്യം തോന്നി ശ്രദ്ധ അതിലേക്ക് തിരിയുന്നു. ആ വസ്തുവിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളിൽ നിന്നോ നേരത്തെ ഉണ്ടായിട്ടുള്ളതോ കേട്ടറിഞ്ഞിട്ടുള്ളതോ ആയ സുഖാനുഭവത്തിൻ്റെ ചിന്തയാലാണ് ഇങ്ങനെയൊരു ആകർഷണം ഉണ്ടാകുന്നത്. ചിന്ത, അതായത് സങ്കല്പം, പോകെ പോകെ തീവ്രമായി മനസ്സ് ആ വിഷയത്തിൽ തന്നെ പറ്റിപ്പിടിച്ചു തുടങ്ങും. ഇതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. വിഷയങ്ങളെ ധ്യാനിക്കുന്നവനാണ്, അതായത് ധ്യായതോ വിഷയാൻ എന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. അങ്ങനെ വിഷയങ്ങളെ ധ്യാനിക്കുന്നവനാണ് ആസക്തി ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റെവിടേക്കും ശ്രദ്ധ തിരിയാതെ ഒരേ ഒരു വസ്തുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണല്ലോ. സാധാരണ മനുഷ്യർ ഈശ്വരനെയാണ് ധ്യാനിക്കാറുള്ളത്. പക്ഷേ വിഷയതൽപരരായ മനുഷ്യർ ഈശ്വരനെയല്ല, വിഷയത്തെയാണ് ധ്യാനിക്കുന്നത്. മനുഷ്യൻ്റെ വിഷയങ്ങളോടുള്ള ആസക്തിയുടെ തീവ്രത എത്രമാത്രമാണെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയായിരിക്കാം ഗീതാകാരൻ ധ്യാനം എന്ന പദത്തെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾക്ക് സൂചിപ്പിക്കാൻ കഴിയും. ഒരു മദ്യപാനിക്ക് മദ്യത്തോടുള്ള ആസക്തി അതൊരു ധ്യാനമാണ്. അത് ഈശ്വരനെ ഒരു ഭക്തൻ ഭജിക്കുന്ന പോലെയുള്ള തീവ്രതയോടുകൂടി ആയിരിക്കും ഒരു മദ്യപാനി മദ്യം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് ഒരു യുവാവിന് തോന്നുന്ന ആകർഷണം, അത് തീവ്രത പൂണ്ടിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ട് സമൂഹത്തിൽ ആ കുട്ടിയെ കിട്ടാത്തതിൻ്റെ പേരിൽ അതിനെ കൊല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ വഴിയിലിട്ട്
തീ വെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അതിനെ പെട്രോൾ ഒഴിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ആ വസ്തുവിനോടുള്ള അമിതമായ ആവേശവും അതിനോടുള്ള ഒട്ടിപ്പിടിക്കലും അതിനെ തനിക്ക് കിട്ടണം എന്നുള്ള കഠിനമായ ആഗ്രഹവും മൂലം ഉണ്ടാകുന്നതാണ്. ഇതിനെയാണ് ഈ ധ്യാനം എന്ന് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ആ പെൺകുട്ടിയിൽ തന്നെയാണ് ഇവൻ്റെ മനസ്സ്. അതിനെ എങ്ങനെ കിട്ടണം, എനിക്ക് കിട്ടണം എന്നുള്ള ആ ത്വര മനസ്സിലുണ്ടാകുമ്പോഴാണ് ഇനിയും കിട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. വിഷയവസ്തുവിനോടുള്ള ആസക്തി കൂടുന്നതിനനുസരിച്ച് ചിന്താതരംഗങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ആ വസ്തു തൻ്റേതായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉദിക്കുകയും ചെയ്യുന്നു. പക്ഷേ പല കാരണങ്ങളാലും മനുഷ്യർ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ല. ആഗ്രഹിച്ച വസ്തു കിട്ടാതെ വരുമ്പോൾ വിഷയവസ്തുവിനെ വിട്ട ചിന്ത അത് ലഭിക്കാതിരിക്കാൻ കാരണമായ കാര്യത്തിലേക്ക് തിരിയും. വിഷയത്തോടുള്ള ആഗ്രഹം എത്രമാത്രം തീവ്രവും സ്വാർത്ഥപരവുമായിരുന്നോ അത്രത്തോളം തീവ്രതയിലായിരിക്കും അത് നേടുന്നതിന് തടസ്സമായ കാര്യത്തിലേക്കുള്ള പ്രതികൂല ചിന്താപ്രവാഹവും. ഇതിനെയാണ് കോപം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, ആ വ്യക്തി ആഗ്രഹിക്കുന്നതിനെ കിട്ടുന്നില്ല എങ്കിൽ ആ കിട്ടാതിരിക്കാൻ എന്താണോ കാരണമായത് അതിനോടായിരിക്കും കോപം തോന്നുന്നത്. കോപമുണ്ടായാൽ ശരിയായി ചിന്തിക്കാൻ കഴിയാതെ വരും. കോപം ചിന്താശക്തിയുടെ മേൽ ഒരു പുകപടലം സൃഷ്ടിക്കും. ബോധപൂർവം ചിന്തിക്കാനുള്ള കഴിവ് ഇതുമൂലം നഷ്ടമാകും. ഇത് സമ്മോഹം അല്ലെങ്കിൽ ഡെലൂഷൻ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. സമ്മോഹാവസ്ഥയിൽ വ്യക്തി തെറ്റിദ്ധാരണകൾക്ക് അടിമയായാകും പ്രവർത്തിക്കുക. കോപത്തിൻ്റെ പുകപടലം കുറച്ച് സമയത്തേക്കെങ്കിലും ബുദ്ധിയെ മറയ്ക്കുന്നതിനാലാണ് ധാരണകൾ തെറ്റുന്നത്. താൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പോലും അത് മറന്നുകൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കും അപ്പോൾ ചെയ്യുക. ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യുകയും കോപം മാറി ബോധം തെളിയുമ്പോൾ അതേക്കുറിച്ചെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും. കോപം പൂണ്ടു നിൽക്കുമ്പോൾ തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന് പറയുന്നത് ഇതിനാലാണ്. ആ തീരുമാനങ്ങളൊന്നും വിവേകപൂർവ്വം എടുത്തതായിരിക്കില്ല. അതിനാൽ അവയിൽ പല പിഴവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ ദേഷ്യം പൂണ്ടു നിൽക്കുമ്പോൾ, കോപാകുലരായിട്ട് നിൽക്കുമ്പോൾ ഒരു തീരുമാനവും എടുക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ വിവേകബുദ്ധി മറഞ്ഞു നിൽക്കുകയായിരിക്കും. ഈ കോപത്തിൻ്റെ പുകപടലം വിവേകബുദ്ധിയുടെ മുകളിൽ നിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു തീരുമാനമെടുത്താലും മിക്കവാറും അത് ശരിയാകാൻ തരമില്ല. പിന്നെ കോപമെല്ലാം മാറി നമ്മൾ ശരിയായ അവസ്ഥയിൽ വന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ എടുത്ത തീരുമാനം തെറ്റായിരുന്നല്ലോ എന്ന്. സമ്മോഹാവസ്ഥയിൽ തുടരുമ്പോൾ ഓർമ്മക്കേടുണ്ടാകുന്നു. ഈ സമയത്ത് ബുദ്ധിയുടെ പ്രവർത്തനം വളരെ മന്ദീഭവിക്കുന്നത് കാരണം തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. താൻ ആരാണ്, തൻ്റെ സമൂഹത്തിലെ നിലയെന്താണ്, തൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണ്, തൻ്റെ ബന്ധങ്ങൾ എന്താണ്, ഇതൊന്നും വ്യക്തതയോടെ ചിന്തിക്കാൻ കഴിയാതെ വരുന്നു. ഈ സ്ഥിതി തുടരുമ്പോൾ വിവേചനശക്തി നഷ്ടപ്പെടുന്നു. മനുഷ്യൻ മറ്റിതര ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തനാകുന്നത് അവൻ്റെ ബുദ്ധിശക്തി അല്ലെങ്കിൽ വിവേചന ശക്തി ഒന്നുകൊണ്ടാണ്. ബോധപൂർവം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും മനുഷ്യന് കഴിയുന്നത് ഈ ബുദ്ധിശക്തിയാലാണ്. അപ്പോൾ ആ ശക്തി നശിക്കുന്നതോടെ മനുഷ്യനാകാതെ തരമില്ല. പ്രണശ്യതി എന്ന വാക്കിന് മൃതതുല്യനാകും എന്നാണ് ശാങ്കരഭാഷ്യം. അതായത് ബുദ്ധിശക്തി നശിച്ച മനുഷ്യൻ മരിച്ചയാളിന് സമനാണത്രേ. ശാരീരിക മരണത്തെയല്ല, ആത്മീയ മരണത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മജ്ജയും മാംസവും ചോരയും നിറഞ്ഞ ഒരു ശരീരവും അതിനെ നിലനിർത്തുന്ന ജീവനും ഉണ്ടായതുകൊണ്ട് മാത്രം മനുഷ്യൻ പൂർണ്ണനാകുന്നില്ല. ഇതൊക്കെ ഏത് പ്രാകൃത മനുഷ്യനും ഉണ്ടായിരുന്നതാണ്. ബുദ്ധി കൊണ്ട് ശരിതെറ്റുകളെ കാര്യകാരണ സഹിതം അപഗ്രഥിക്കുകയും അതിനനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ മാത്രമേ സംസ്കാരചിത്തനായ സാമൂഹിക മനുഷ്യനെന്ന പേരിന് അർഹനാകൂ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. ഇതിനെ ഒരു ഉദാഹരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചു. ഒരു മദ്യപാനിക്ക് എങ്ങനെയാണോ മദ്യത്തിനോട് താല്പര്യം തുടങ്ങി അവസാനം അത് ദുരന്തത്തിലേക്ക് നയിക്കുന്നത്, അതായത് താല്പര്യത്തിൽ നിന്നാണ് ധ്യായതോ വിഷയാൻ പുംസ എന്ന് പറഞ്ഞത്.
ഏതെങ്കിലും ഒരു വിഷയത്തെ അത് ആ താല്പര്യം തുടങ്ങി അത് മാത്രം മനസ്സിൽ വരുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു ധ്യാനം എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ ആ വസ്തു എങ്ങനെയാണ് ഈ മനുഷ്യനെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ശ്ലോകങ്ങൾ രണ്ടെണ്ണം സൂചിപ്പിച്ചത്. അതിനുള്ള ഉദാഹരണമായിട്ട് ആ മദ്യത്തിനെ തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മദ്യപാനം. ഇപ്പോൾ മദ്യം മാത്രമല്ല, ഇപ്പോൾ മയക്കുമരുന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. മുകളിലെ 2 ശ്ലോകങ്ങളെയും ശരിയായി മനസ്സിലാക്കുവാൻ ഈ ഒരു ഉദാഹരണം കൊണ്ട് കഴിയും. മദ്യം നൽകുന്ന സുഖാനുഭവത്തെക്കുറിച്ചുള്ള ചിന്ത മദ്യത്തെ ധ്യാനിക്കുവാൻ മദ്യപന്മാരെ പ്രേരിപ്പിക്കും. മുഴുക്കുടിയന്മാർക്ക് മദ്യത്തെക്കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തയും മനസ്സിലുണ്ടാകില്ല. ഇതാണ് മദ്യധ്യാനം. എങ്ങനെയെങ്കിലും മദ്യം സംഘടിപ്പിക്കണം എന്ന ചിന്തയായിരിക്കും ഉള്ളിൽ എപ്പോഴും. മദ്യം വാങ്ങാൻ ഭാര്യ കാശ് കൊടുക്കുന്നില്ലെങ്കിൽ കോപത്തോടെ അവരുടെ നേർക്ക് തിരിയും. വിവേകം നഷ്ടപ്പെട്ട് ദേഹോപദ്രവം തുടങ്ങും. കുഞ്ഞുങ്ങളോ മറ്റോ ഇടയിൽ വന്നാൽ അവരോട് നിർദാക്ഷിണ്യം പെരുമാറും. കള്ളു കുടിക്കാൻ കാശ് കൊടുക്കാത്തതിന് ഒരുവൻ ഭാര്യയെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന ഒരു സംഭവം കുറേ കാലം മുമ്പ് ഒരു പത്രവാർത്തയായിരുന്നു. അവിവേകിയായ മദ്യപാനിക്ക് തുടർന്നുണ്ടാകുന്ന ഓർമ്മക്കേട് കാരണം അയാളുടെ പ്രവൃത്തികളെല്ലാം തന്നെ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ബുദ്ധിയുടെ ഉപയോഗം ക്രമേണ കുറഞ്ഞു വന്ന് മുഴുക്കുടിയൻ ബുദ്ധി നശിച്ചവനായിത്തീരും. ഇങ്ങനെയുള്ളവർ വെറും ജീവച്ഛവങ്ങളാണ്. ശരീരത്തിൽ ജീവനുള്ളവരെങ്കിലും ബുദ്ധിയും അതുപയോഗിച്ചുള്ള ജീവിതവും സാധ്യമാകാത്തവർ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നവർ. മദ്യം എന്ന വിഷയസങ്കല്പത്തിൽ തുടങ്ങിയ യാത്ര ആത്മനാശത്തിൽ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ മദ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇതിനേക്കാട്ടും തീവ്രത കൂടിയ വിഷയമാണ് മയക്കുമരുന്നുകൾ. ഈ മയക്കുമരുന്നിലെ താല്പര്യം തുടങ്ങി അത് 1-2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനോട് ഒരു താല്പര്യം കൂടി വരുന്നു. ആ താല്പര്യം കൂടി അതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല എന്നുള്ളൊരു സ്ഥിതി വരുന്നു. അതാണ് ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്നു. അത് തന്നെ ധ്യാനിച്ച് അവസാനം അത് ലഭിക്കാതിരിക്കുമ്പോൾ അതിനോടുള്ള കോപം, അത് നമുക്കറിയാം. സമൂഹത്തിൽ നടക്കുന്ന പല അക്രമങ്ങളും. അപ്പോൾ പിന്നെ ആളുകളെ പോലും തിരിച്ചറിയില്ല. അമ്മയാണോ പെങ്ങളാണോ അച്ഛനാണോ ആരാണെന്നറിയില്ല. ആ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടിയുള്ള കാര്യം നേടാൻ കഴിയുന്നില്ല എങ്കിൽ കോപമുണ്ടായിട്ട് എന്ത് സംഭവിക്കും? അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ആത്യന്തികമായ നാശത്തെ വരച്ചു കാട്ടുകയാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ ചെയ്യുന്നത്. അത് നമുക്ക് എത്ര ഉദാഹരണങ്ങൾ എടുക്കാം. ഇവിടെ ഇപ്പോൾ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് പല ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. മുകളിൽ ഉദ്ധരിച്ച 2 ശ്ലോകങ്ങളും മനുഷ്യൻ്റെ ചിന്തകളുടെ, അതായത് സങ്കല്പത്തിൻ്റെ ശക്തിയെയാണ് എടുത്തു കാണിക്കുന്നത്. തെറ്റായ ഒരു സങ്കല്പത്തിൽ നിന്നും മനുഷ്യന് നാശം സംഭവിക്കാമെങ്കിൽ ശരിയായ ഒരു സങ്കല്പത്തിൽ നിന്നും മനുഷ്യന് തൻ്റെ ആത്മപ്രഭാവത്തെ അങ്ങേയറ്റം ഉയർത്താനും കഴിയും. യശസ്വരീരനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സ്വപ്നം കാണാൻ കഴിയണം എന്ന് കുട്ടികളോട് പറയുമ്പോൾ ഉദ്ദേശിച്ചത് മനുഷ്യനെ വലിയ ഉയരങ്ങളിലേക്ക് ഉയർത്താനുള്ള മനുഷ്യ ചിന്തകളുടെ, അതായത് സങ്കല്പത്തിൻ്റെ ഈ ശക്തിയെയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പല കാര്യങ്ങളും പല മനുഷ്യരും ചെയ്തിരിക്കുന്നത് സങ്കല്പത്തിൻ്റെ ചിറകിലേറി പറന്നുകൊണ്ടാണ്. ശാന്തവും സമചിത്തതയുള്ളതും നിഷ്കാമവുമായ മനസ്സിലെ നല്ല സങ്കല്പങ്ങൾ ഉടലെടുക്കൂ. സ്ഥിതപ്രജ്ഞനായ യോഗിയുടെ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ സത്ഫലം അനുഭവിക്കുന്നത് സമൂഹമാണ്, ലോകമാണ്. ഭൗതിക വിഷയ ചിന്തകളിൽ അഭിരമിച്ച് ജീവിക്കുന്ന ഒരുവനിൽ പടിപടിയായി ആത്മനാശം സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായി വിശദമാക്കിയത്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ജീവനെ ഈശ്വരീയതയിലേക്ക് ഉയർത്തേണ്ടത് എങ്ങനെയാണെന്നാണ് ഇനി വരുന്ന 2 ശ്ലോകങ്ങളിലൂടെ പറയാൻ പോകുന്നത്. നമുക്കതൊന്ന് നോക്കാം. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. അർത്ഥം: എന്നാൽ യാതൊരുവൻ ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നുവോ ആത്മവിജയിയായ ആ പുരുഷൻ മനഃപ്രസാദത്തെ പ്രാപിക്കുന്നു.
ശ്ലോകം 65. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതി. അർത്ഥം, മനഃപ്രസാദം ലഭിച്ചു കഴിയുമ്പോൾ അവനിൽ എല്ലാ ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുന്നു. പ്രസന്നചിത്തൻ്റെ ബുദ്ധി ഉടനെ സുപ്രതിഷ്ഠിതമായി തീരുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം പഠിച്ച 2 ശ്ലോകങ്ങൾ, അതായത് 64ഉം 65ഉം ശ്ലോകങ്ങളുടെ അർത്ഥം ഒരിക്കൽ കൂടി പറയാം. 64ാം ശ്ലോകത്തിൻ്റെ അർത്ഥം എന്തെന്നാൽ, എന്നാൽ യാതൊരുവൻ ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നുവോ ആത്മവിജയിയായ ആ പുരുഷൻ മനഃപ്രസാദത്തെ പ്രാപിക്കുന്നു. 65ാം ശ്ലോകത്തിൻ്റെ അർത്ഥം, മനഃപ്രസാദം ലഭിച്ചു കഴിയുമ്പോൾ അവനിൽ എല്ലാ ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുന്നു. പ്രസന്ന ചിത്തൻ്റെ ബുദ്ധി ഉടനെ സുപ്രതിഷ്ഠിതമായി തീരുകയും ചെയ്യുന്നു. 62ഉം 63 ശ്ലോകങ്ങളിൽ നാം കണ്ടത് എങ്ങനെയാണ് ആത്മമഹിമയിൽ നിന്ന് ആത്മനാശത്തിലേക്ക് പതിക്കുന്നതെന്ന് ആണ്. ഈ 2 ശ്ലോകങ്ങളിലൂടെ 64ഉം 65 ശ്ലോകങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യൻ ആത്മമഹിമയിലേക്ക് ഉയരാൻ കഴിയുന്നത് എന്നാണ്. എന്താണ് ഈ പറയുന്നത്? അതായത് ഈ പറയുന്നത് 64ാം ശ്ലോകത്തിൽ പറയുന്നത്, ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നുവോ അവൻ വിജയിയായ ആ പുരുഷൻ മനഃപ്രസാദത്തെ പ്രാപിക്കുന്നു. അതായത് ഇന്ദ്രിയങ്ങളെ ആത്മാവിനെ വശപ്പെടുത്തി, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്ന ക്രമത്തിലാണ് ഉയരുന്നത്. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിന് വശപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബുദ്ധിക്ക് വശപ്പെട്ട് നിൽക്കുക. അപ്പം ബുദ്ധിപൂർവമായ കർമ്മങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിലും അത് ബുദ്ധിയുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നാശം സംഭവിക്കില്ല. അത് ബുദ്ധി നേരായ ദിശയിൽ പോകാനായിട്ടുള്ള ആ പ്രേരക ശക്തി നൽകിക്കൊള്ളുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭൗതിക സുഖങ്ങളെ അനുഭവിക്കുന്നതിന് ഭഗവത്ഗീത എതിരല്ലെന്ന് വരുന്നു. ചില ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഭഗവത്ഗീത പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സന്യാസിയായി പോകും, പിന്നെ നമുക്ക് ലോകജീവിതവുമായിട്ട് വലിയ ബന്ധമൊന്നും കാണില്ല, ഒരു ജീവിതത്തിൻ്റെ ഒരു സുഖവും ആസ്വദിക്കാൻ കഴിയില്ല, പിന്നെ എന്ത് ജീവിതം എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. ഈ ആധ്യാത്മിക പാതയിൽ പോവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ഒരു പഴഞ്ചൻ ചിന്താരീതികളാണ്. ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആത്മവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആ വിഷയസുഖങ്ങളെ അനുഭവിക്കാം. അതിനർത്ഥം ഭൗതിക സുഖങ്ങളെയെല്ലാം ത്യജിക്കണമെന്നല്ല ആ ഭഗവത്ഗീത പറയുന്നത്. ഭൗതിക സുഖങ്ങളെ ആസ്വദിക്കാം, പക്ഷേ അതിന് ബുദ്ധിയുടെ നിയന്ത്രണം എപ്പോഴും വേണം. അപകടത്തിൽ പോയി ചാടരുത്, ആത്മനാശത്തിലേക്ക് നിങ്ങൾ പോകരുത്. അതിന് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം. അങ്ങനെ ബുദ്ധിപൂർവകമായി കർമ്മങ്ങൾ ചെയ്ത് ബുദ്ധിപൂർവമായി ഇന്ദ്രിയ സുഖങ്ങളെ, ഭൗതിക സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചോളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മനഃപ്രസാദമുണ്ടായിരിക്കും. മനഃപ്രസാദമുണ്ടാകുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ആത്മാവാണ് ഇവിടെ വിജയിച്ച് നിൽക്കുന്നത്, ഇവിടെ ഇന്ദ്രിയങ്ങളല്ല വിജയിച്ച് നിൽക്കുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ ബുദ്ധിയും ആത്മാവുമാണ് ഇങ്ങനെ ഒരു വ്യക്തിയിൽ വിജയിച്ച് നിൽക്കുന്നത്. ഭൗതികമായ സുഖങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ അത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുമ്പോൾ ആത്മാവാണ് വിജയിച്ച് നിൽക്കുന്നത്. അങ്ങനെ ആത്മാവ് വിജയിച്ച് നിൽക്കുന്ന പുരുഷൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ അവന് മനഃപ്രസാദത്തെ നൽകാൻ ഉതകുന്നതായിരിക്കും. വെളിച്ചത്തിൻ്റെ വരവോടെ ഇരുട്ട് അകലുന്നത് പോലെ മനഃപ്രസാദം ലഭിക്കുന്നതോടെ മനസ്സിലെ സകല ദുഃഖങ്ങളും അകലുകയും അതുകാരണം അവൻ്റെ ബുദ്ധി ഉറച്ചതായിത്തീരുകയും ചെയ്യും. ഇപ്പറഞ്ഞതിനെ തിരിച്ചു ചിന്തിച്ചാൽ സ്ഥിരബുദ്ധിയാണ്, അതായത് ബുദ്ധിപരമായ കർമ്മങ്ങളാണ് മനുഷ്യന് സന്തോഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നത്. ഹൈന്ദവ തത്വശാസ്ത്രങ്ങളിൽ ബുദ്ധിക്കും വിവേകത്തിനുമാണ് എല്ലാറ്റിനും മുകളിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബഹിർമുഖങ്ങളായ പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, മൂക്ക്, ചെവി, വായ, ത്വക്ക്, ഇതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നത്.
ദാഹമുള്ള ശരീരത്തിന് ജലത്തോട് തോന്നുന്ന ആകർഷണം പോലെയാണ് വിഷയസുഖങ്ങളോടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള ആകർഷണവും. അത് അവയുടെ സൃഷ്ടിപരമായ പ്രകൃതമാണ്. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നല്ല രൂപം കണ്ടാൽ കണ്ണ് അതിലേക്ക് തിരിയും. മൂക്ക് ഗന്ധത്തിൻ്റെയും, ചെവി ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിൻ്റെയും, വായ ഇഷ്ടപ്പെട്ട സ്വാദിൻ്റെയും, ത്വക്ക് സ്പർശന സുഖത്തിൻ്റെയും പിറകെ പോകും. ഇന്ദ്രിയങ്ങളുടെ വഴി തന്നെയാണ് അവയുടെ തന്നെ പ്രതിബിംബങ്ങളുടെ കൂട്ടം, അതായത് ഇമേജറി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനസ്സിൻ്റെയും. ചുരുക്കത്തിൽ ശരീരമാകുന്ന രസത്തെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വിട്ടുകൊടുത്താൽ അവയ്ക്കിഷ്ടപ്പെട്ട ഇടങ്ങളിലേക്കൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അതിനെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ആ കടിഞ്ഞാണാകുന്ന മനസ്സിനെ കൃഷ്ണനാകുന്ന ബുദ്ധിയിലൂടെ നിയന്ത്രിച്ചു പോകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ശരീരം അതുകൊണ്ട് ഉദ്ദേശിച്ച കർമ്മങ്ങൾ നിർവഹിച്ച് അവസാനം മോക്ഷപ്രാപ്തിയിലേക്ക് ചെന്നു ചേരൂ എന്നാണ് ഈ പ്രമാണം. ഇന്ദ്രിയങ്ങൾ 5 ഇന്ദ്രിയങ്ങളാണ് പറഞ്ഞത്. അത് കണ്ണ്, മൂക്ക്, ചെവി, വായ, ത്വക്ക്. അത് ശബ്ദസ്പർശ രൂപ രസ ഗന്ധം. ഈ 5 വിഷയങ്ങൾ അതിൻ്റെ. അപ്പോൾ ഈ വിഷയങ്ങളെ നമുക്ക് ഒന്ന് നോക്കാം. മധുരശബ്ദം ഇഷ്ടപ്പെടുന്ന മാനിനെ അതിനിഷ്ടപ്പെടുന്ന വിധത്തിൽ ശബ്ദമുണ്ടാക്കി ആകർഷിച്ച് വേടൻ കൊല്ലുന്നത് അത് നമ്മുടെ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേടൻ കൊല്ലുന്നതും വെളിച്ചത്താൽ ആകർഷിക്കപ്പെട്ട ഈയാമ്പാറ്റ അഗ്നിയിൽ വീണ് ചാകുന്നതും, അതായത് കണ്ണ്, അതായത് രൂപം. സുഗന്ധത്താൽ ആകർഷണമായി പൂന്തേൻ കുടിക്കുന്ന പൂമ്പാറ്റ പൂവിനുള്ളിൽ അകപ്പെട്ട് ചാകുന്നതും, അതായത് മൂക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയം, അതിൻ്റെ വിഷയമാണ് ഗന്ധം. തീറ്റ ഇഷ്ടപ്പെടുന്ന മത്സ്യം ചൂണ്ടയിൽ കുരുങ്ങുന്നതും, അതായത് വായ. ഇണയുടെ സ്പർശനസുഖം കാക്ഷിച്ച് പോകുന്ന ആന വേട്ടക്കാരൻ കുഴിച്ച കുഴിയിൽ അകപ്പെടുന്നതുമെല്ലാം. ഈ ആന വേട്ടക്കാരൻ കുഴിച്ച കുഴിയിൽ അകപ്പെടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ത്വക്ക് സ്പർശന സുഖമാണ്. അത് പ്രതീക്ഷിക്കുന്നത് ഇണയുമായിട്ടുള്ള സ്പർശന സുഖത്തിൽ ആകൃഷ്ടയായിട്ടാണ് ആന അങ്ങനെ ഇന്ന് ഈ കുഴിയിൽ ചാടി അകപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയ സുഖങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഈ പറഞ്ഞ ജന്തുക്കൾക്കൊന്നും ഇല്ലാത്ത ഒരു സവിശേഷ സിദ്ധി മനുഷ്യനുണ്ട്. അതാണ് വിവേകബുദ്ധി. ബുദ്ധിയുടെ നിയന്ത്രണത്തിലാണ് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ മനുഷ്യനെ ഇന്ദ്രിയപ്രേരിതമായ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. മനുഷ്യൻ ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പുറകെ ഈ ബുദ്ധിയില്ലാത്ത ജീവജാലങ്ങൾ പോകുന്നത് പോലെ പോകരുത്. ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. ശരി, ഒരു രൂപം കണ്ടു, അതിൻ്റെ പുറകെ പോയാൽ എനിക്കെന്ത് അപകടം സംഭവിക്കും എന്ന് മനുഷ്യന് ചിന്തിക്കാം. പക്ഷേ ഒരു സാധു മൃഗത്തിന് അതറിയില്ല. അതതിൻ്റെ പ്രകൃതിപരമായ ചോദന വെച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോകും. അതെവിടെങ്കിലും പോയി അബദ്ധത്തിൽ ചാടും. പക്ഷേ മനുഷ്യൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവന് വിവേചന ബുദ്ധിയുണ്ട്. ആ ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൗതിക സുഖം നിങ്ങൾക്ക് ആസ്വദിക്കാം. പക്ഷേ അത് ബുദ്ധിയുടെ നിയന്ത്രണത്തിലായിരിക്കണം. അപകടത്തിൽ ചെന്ന് ചാടാതെ നേർവഴിയിൽ വേണ്ട വിധത്തിൽ ആ വിഷയസുഖത്തിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് മനുഷ്യൻ ഭൗതിക സുഖങ്ങളെയെല്ലാം ത്യജിക്കണമെന്ന് പറയുന്നൊരു ഗ്രന്ഥമൊന്നുമല്ല. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിലെ അവസാന ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. ആത്മീയതയിൽ ഊന്നിയ ഭൗതികത കൊണ്ടേ മനുഷ്യജീവിതം അർത്ഥപൂർണമാകൂ എന്നാണ് ഈ ഗ്രന്ഥം അവസാനം പറഞ്ഞു വെക്കുന്നത്. ഭൗതികമായ സുഖങ്ങൾ ആസ്വദിക്കുന്നതിന് ഭഗവത്ഗീതയോ ഭാരതീയ ആധ്യാത്മികതയോ എതിരല്ല. പക്ഷേ അതിനൊക്കെ നിയന്ത്രണങ്ങൾ വേണം എന്നാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. ശരി, നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.